നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മളിരിക്കുമ്പോൾ സ്തോത്രം കർത്താവിൻ്റെ നല്ല വചനത്തിനകത്തേക്ക് നമുക്കൊന്ന് കയറിയിരിക്കാം. സ്തോത്രം. ദൈവവചനം കോട്ടയാണ്. ഹല്ലേലൂയ. പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഹല്ലേലൂയ. ആളിക്കത്തുന്ന തീയാണ് ദൈവവചനം. ഏത് സാഹചര്യത്തിനെ മാറ്റാൻ കഴിവുള്ളതാണ് ദൈവവചനം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാത്തിനെയും പുതുതാക്കാൻ ശക്തിയുള്ളതാണ് ദൈവവചനം. മരിച്ചതിനെ ജീവനിലേക്ക് വിളിച്ചു വരുത്തുന്നതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. നമ്മൾ ഈ നല്ല വചനത്തിനകത്ത്, കോട്ടയായ വചനത്തിനകത്ത് നമുക്ക് കയറിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാം, പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിനകത്ത് വചനം ക്രിയ ചെയ്യണം, എൻ്റെ ജീവിതത്തിനകത്ത് വചനം ക്രിയ ചെയ്യണം, എന്നോട് ഇടപെടണം, ജീവിക്കുന്ന വചനം എന്നോട് സംസാരിക്കണം, എനിക്ക് വേണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ മഹത്വവും നന്മയും കൃപയും നല്ല കർത്താവിൻ്റെ നല്ല വചനം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. പഴയ നിയമത്തിനകത്ത് ജോഷുവ, ദ ബുക്ക് ഓഫ് ജോഷുവ, ചാപ്റ്റർ 1 വേഴ്സ് നമ്പേഴ്സ് 7 and 8. ആ വാക്യം ഇങ്ങനെ പറയുന്നു. യോശുവയുടെ പുസ്തകം 1:7-8. ബി സ്ട്രോങ് and very courageous. Be careful to obey all the instructions Moses gave you. Do not deviate from them, turning either to the right or to the left. Then you will be successful in everything you do. 8 പറയുന്നു, study this book of instruction continually. Meditate on it day and night, so you will be sure to obey everything written in it. Only then will you prosper and succeed in all you do. സ്തോത്രം. എന്ന് വായിച്ച് കേൾക്കാം. എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. യോശുവയോട് പറയുക, എൻ്റെ ദാസനായ മോശയോട് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ നിവൃത്തീകരിക്കണമെങ്കിൽ അടുത്ത തലമുറയിൽ നിൽക്കുന്ന യോശുവേ, നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ച് നീ ഭയങ്കര ധൈര്യമുള്ളവനും ബലമുള്ളവനും ആയി നിൽക്കുക. സ്തോത്രം. ബി സ്ട്രോങ് ആൻഡ് വെരി കറേജിയസ്. ഹല്ലേലൂയ. എന്നിട്ട് നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകും. കണ്ടോ, ഈ ന്യായപ്രമാണ പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതിൽ നിന്ന് നീ ഇടത്തോട്ടോ വലത്തോട്ടോ നീ ചലിക്കല്ലേ. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. കണ്ടോ, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. സ്തോത്രം. അപ്പം നീ തൊടുന്നതെല്ലാം നീ അനുഗ്രഹിക്കപ്പെടും. നീ പോകുന്ന വഴിയെല്ലാം അനുഗ്രഹമായി തീരും. നീ ഒരു വലിയ അനുഗ്രഹമാകും. നിന്നെ കാണുന്നവർ ഭയന്ന് ഓടിപ്പോകും. എങ്ങനെയാ? കർത്താവിൻ്റെ വചനം പറയുന്നു, നീ ദൈവവചനത്തിൻ്റെ വചനം ധ്യാനിക്കുകയും ഹല്ലേലൂയ ഇതിനെ സ്വന്തമാക്കുകയും ഇതിൻ്റെ ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും ചലിക്കാതെ ദൈവവചനത്തിൽ നിന്ന് നീ ഇടവും വലവും ചലിക്കാതെ നീ നിന്നാൽ ഒരേ ഒരു ഫോക്കസിൽ, ദൈവവചനത്തിൻ്റെ ഫോക്കസിൽ നിന്ന് ദൈവവചനത്തിനെ ധ്യാനിച്ചിരുന്നാൽ ഹല്ലേലൂയ തൊടുന്നതെല്ലാം അനുഗ്രഹമാകും. സ്തോത്രം. അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റാണ് ദൈവവചനത്തിനെക്കുറിച്ച്. ഇന്ന് തിരുവചനം പറയുന്നു, ശുഭഭാവി ഉണ്ടാവണോ, ഇന്ന് തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടണോ, ഇന്നൊരു ജയാളിയായി ജീവിക്കണോ, ഇന്ന് ഐശ്വര്യമുള്ളൊരു ജീവിതം കാഴ്ചവെക്കണോ, ഇന്ന് എല്ലാ കീർത്തിയും നന്മയും ഒക്കെ ഉണ്ടാവണോ. കർത്താവിൻ്റെ വചനം പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവവചനം ധ്യാനിക്കുക. ഹല്ലേലൂയ. അപ്പം ദൈവവചനം വായിക്കുക, ദൈവവചനം ധ്യാനിക്കുക. ധ്യാനിക്കുന്നതിനെ നമ്മൾ അനുസരിക്കും അല്ലേ. ഒന്ന് ഹൃദയത്തിനെ ഇന്നൊന്ന് പരിശോധിച്ച്, ഈ വാക്യം ഒന്ന് കേൾക്കുമ്പോൾ ഒന്ന് ഹൃദയത്തിനെ ഒന്ന് പരിശോധിച്ച്, ഹൃദയത്തിനകത്ത് എപ്പോഴും കൊണ്ടു നടക്കുന്ന ചിന്ത എന്താണ്? കടഭാരമാണോ? മക്കളെക്കുറിച്ചുള്ള വിഷയമാണോ? ഭയപ്പാടാണോ? ഭാവി എന്തോ ആയി തീരും എന്നുള്ള ചിന്തയാണോ? ജോലി സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളാണോ? സ്തോത്രം. എന്താണ് ഇന്ന് ഹൃദയത്തിനകത്ത് എപ്പോഴും കൊണ്ടു നടക്കുന്ന ചിന്ത?
പേടി സ്വപ്നമാണോ, അതോ മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തയാണോ? എന്താണ് കൊണ്ട് നടക്കുന്നത്? കർത്താവിൻ്റെ വചനം പറയുക, നിങ്ങളുടെ ഹൃദയത്തിനകത്ത്. അപ്പം നമ്മൾ എന്താണോ കൊണ്ട് നടക്കുന്നത് അതാണ് നമ്മൾ ധ്യാനിക്കുന്നത്, അല്ലേ? നമ്മൾ എന്താണ് നമ്മുടെ ഹൃദയത്തിനകത്ത് സുബോധമുള്ളപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയുക, ഇടപെടാതെ രാവും പകലും ഒരേ ഒരു കാര്യം ധ്യാനിക്കാൻ. എന്താണ്? ദൈവവചനം ധ്യാനിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം ധ്യാനിക്കാമെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. വി വിൽ ബി സക്സസ്ഫുൾ ഇൻ എവറിത്തിങ് വി ഡു ആൻഡ് യു വിൽ പ്രോസ്പർ ആൻഡ് സക്സീഡ് ഇൻ ഓൾ യു ഡു. ഹല്ലേലൂയ. ഇന്ന് പ്രോസ്പെറസ് ആണെങ്കിൽ, സക്സസ്ഫുൾ ആവണമെങ്കിൽ, ജയാളിയാകണമെങ്കിൽ, തൊടുന്നതൊക്കെ അനുഗ്രഹമാകണമെങ്കിൽ ഒറ്റ ഒരു കാര്യം ചെയ്യണം. കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവവചനത്തിനെ ധ്യാനിക്കണം, മെഡിറ്റേറ്റ്. ക്രിസ്തു നമ്മളുടെ അകത്ത് വസിക്കുന്നത് കൊണ്ട് വചനം മാംസമായതാണ് യേശു. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ധ്യാനിക്കണം. സ്തോത്രം. ദൈവവചനം, കുറച്ച് ദൈവവചനമൊക്കെ കാണാതെ പഠിച്ചിട്ട് ഈ ദൈവവചനമൊക്കെ ഉള്ളിലാക്കി ഈ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം കൊളോസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ. കൊളോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പേഴ്സ് 13 until 15. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. 13 until 15 അല്ല, കൊളോസ്യരുടെ ലേഖനം 2:6-7 വാക്യങ്ങൾ. ഇങ്ങനെ പറയുന്നു, ആൻഡ് നൗ ജസ്റ്റ് ആസ് യു അക്സെപ്റ്റഡ് ക്രൈസ്റ്റ് ജീസസ് ആസ് യുവർ ലോർഡ് യു മസ്റ്റ് കണ്ടിന്യൂ ടു ഫോളോ ഹിം. എന്നിട്ട് 7 പറയുന്നു, ലെറ്റ് യുവർ റൂട്ട്സ് ഗ്രോ ഡൗൺ ഇൻ ടു ഹിം ആൻഡ് ലെറ്റ് യുവർ ലൈഫ്സ് ബി ബിൽറ്റ് ഓൺ ഹിം. Then your faith will grow strong in the truth you were taught and you will overflow with thankfulness. എന്ന് വായിച്ചേ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടപ്പി. അപ്പം കൂട്ടായ്മയിൽ നടക്കുന്നവൻ എന്താ ചെയ്യുന്നത്? ധ്യാനിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ ധ്യാനിക്കുന്ന വ്യക്തി എന്തുവാ ചെയ്യുന്നത്? കൂട്ടായ്മയിൽ നടക്കുക. നമ്മൾ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായിട്ടാണ് നമ്മൾ കൂട്ടായ്മ പുലർത്തുന്നത്. വീട്ടിൽ നടന്ന വഴക്കിനെക്കുറിച്ചാണോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ അല്ലേ? അങ്ങനെയൊക്കെ ചിന്ത വരാറില്ലേ? ഒരു ദിവസം എന്തൊക്കെ നടന്നാലും ചിലപ്പോൾ ഒരു ദിവസം അടിയുണ്ടായതായിരിക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജോലിക്ക് പോയാലും അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. തിരിച്ചു വരുന്നിട്ട് ഇങ്ങനെ ഓർക്കും, എന്നാലും എന്നോട് വഴക്കുണ്ടാക്കിയല്ലോ, എന്നാലും എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അല്ലേ? എന്നിട്ട് വൈകിട്ട് വീട്ടിൽ വന്ന് സമാധാനം ഉണ്ടാകുന്നതിന് പകരം എന്താണ് ഇതിങ്ങനെ മനസ്സിൽ വെച്ചത് കാരണം കയ്പോടെയും വഴക്കോടെയും ഒക്കെ സംസാരിക്കും. എന്താ ആ ദിവസം പകൽ മൊത്തം ഈ വഴക്കിനെക്കുറിച്ചാണ് ധ്യാനിച്ച്. അല്ലെങ്കിൽ അടുത്ത ദിവസം കടം വീട്ടേണ്ട ഒരു ഇതായിരിക്കും, അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും അല്ലേ? അതിനെക്കുറിച്ച് അങ്ങ് ധ്യാനിക്കും. പക്ഷേ ദൈവവചനം പറയുന്നത് കർത്താവിനെ ധ്യാനിക്ക്, കർത്താവിൻ്റെ വചനത്തിനെ ധ്യാനിക്കുക. മെഡിറ്റേറ്റ് അല്ലയോ? ധ്യാനിക്കുക. എന്നിട്ട് ഇവിടെ വാക്യം പറയുന്നത് ധ്യാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ വേര് ക്രിസ്തുവിലേക്ക് ഇറങ്ങട്ടെ. എന്തിനെക്കുറിച്ചാണോ ധ്യാനിക്കുന്നത് അതിനകത്തോട്ടാണ് നമ്മുടെ വേരിറങ്ങുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ വേര്, ഒരു മരത്തിൻ്റെ വേര് ഹല്ലേലൂയ ഇറങ്ങി പോകുന്നത് പോലെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്തോറും, നമ്മൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും തോറും നമ്മളുടെ വേര് ക്രിസ്തുവിനകത്തേക്ക് ഇറങ്ങിപ്പോകുക. ക്രിസ്തുവിനകത്തേക്ക് ഇറങ്ങിപ്പോകുമ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഈ ക്രിസ്തുവിൻ്റെ വചനത്തിനകത്തേക്ക് ഇറങ്ങിപ്പോകും തോറും നമ്മളിൽ കൂടാത്ത ഒരു ധൈര്യം നമുക്കുണ്ടാകും, നമ്മളിൽ കൂടാത്ത ഒരു ശക്തി ഉണ്ടാകും, നമ്മളിലില്ലാത്ത ഒരു ജ്ഞാനം നമ്മുടെ അകത്തുദിക്കും. ഹല്ലേലൂയ. സമാധാനമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. അപ്പോൾ ക്രിസ്തുവിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഈ മെഡിറ്റേറ്റ് ചെയ്യുന്തോറും ക്രിസ്തുവിലേക്ക് നമ്മുടെ വേരിറങ്ങി ചെല്ലുവാൻ പറഞ്ഞത് യോശുവയോട് പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. മെഡിറ്റേറ്റ്. ഹല്ലേലൂയ. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്തോറും വേരകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് യുവർ ലൈഫ്സ് വിൽ ബി ബിൽറ്റ് ഓൺ ഹിം. ഉറച്ച പാറയായ ക്രിസ്തുവിൻ്റെ മേൽ ജീവിതം കെട്ടിപ്പൊക്കാൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ മേൽ ജീവിതം കെട്ടിപ്പൊക്കുമ്പോൾ യോശുവയുടെ ദൈവം പറഞ്ഞു, ബി സ്ട്രോങ് ആൻഡ് കറേജിയസ് അല്ലേ? നീ ധൈര്യമുള്ളവനും ശക്തിയുള്ളവനും ആയിത്തീരാൻ.
ഉറച്ച പാറയായ ക്രിസ്തുവിൻ്റെ മേൽ ജീവിതത്തിൻ്റെ വേര് ഇറങ്ങിച്ചെല്ലുമ്പോൾ എത്ര കാറ്റ് വന്നാലും എത്ര പ്രതികൂലം വന്നാലും എത്ര തിരമാല അടിച്ചു കയറിയാലും കുലുങ്ങത്തില്ല, പതറത്തില്ല. പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള ധൈര്യം കിട്ടും, പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള ശക്തി കിട്ടും. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിച്ച് സത്യത്തിൽ വേര് പിടിച്ച് വളർന്ന് എപ്പോഴും നന്ദിയും കൊണ്ട് തുളുമ്പിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഇന്ന് യോശുവയുടെ 1 അധ്യായം 7-8 വാക്യത്തിൽ പറഞ്ഞു തന്നെയാണ് ഇന്ന് പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യരുടെ ലേഖനത്തിൽ 2:7 നമ്മളോടും പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമ വിശ്വാസിക്ക് ഇതൊന്നും കൂടെ സാധിക്കും. പരിശുദ്ധ ആത്മാവ് കൂടെ ഇരുന്ന് സകല സത്യത്തിലേക്കും വഴി നടത്തുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ നല്ല വചനത്തിലൂടെ നമ്മൾക്ക് വേണ്ട വെളിപാടും ദർശനങ്ങളും കാഴ്ചപ്പാടും ഒക്കെ നൽകി നമ്മളെ ഉറപ്പിക്കും. സ്തോത്രം. ദൈവവചനം കൂടാതെ കർത്താവിൻ്റെ നല്ല വചനത്തിനകത്ത് അപ്പം എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യും അല്ലേ? പലവർക്കും ആ ഒരു കാര്യം അറിയില്ല. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നമുക്ക് ഒരു ബൈബിളും തുറന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പലവർക്കും അത് സാധിക്കത്തില്ല. പക്ഷേ എന്തുവാ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മളോട് ഒരു നല്ല വാക്ക് ആരെങ്കിലും പറഞ്ഞ് അത് അന്നത്തെ ദിവസം മൊത്തം ചിന്തിച്ചുകൊണ്ട് നടക്കും അല്ലേ? അല്ല, ഒരു ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു സങ്കടപ്പെടുത്തുന്ന വാക്കാണെങ്കിൽ ആ വാക്ക് കൊണ്ട് നടക്കും നമ്മൾ. അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കും. ദൈവവചനം വായിക്കുമ്പോൾ ഈ ദൈവവചനം നമ്മുടെ സുബോധത്തിലും സുബോധം ഇല്ലാത്തപ്പോഴും നമ്മുടെ സുബോധം ഉള്ളപ്പോൾ നമ്മളിതിനെ നമ്മുടെ സ്വന്തമാക്കിയാൽ നമ്മൾ ഓർക്കാത്തപ്പോഴും ഈ വചനം പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു ദിവസം രാവിലെ എടുക്കുന്ന വചനം അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന വചനം രാവിലെ അല്പസമയം ദൈവസന്നിധിയിൽ ഇരുന്ന് ഒരു വാക്യം കിട്ടിയിട്ട് ആ വാക്യം ഇങ്ങനെ മനസ്സിനകത്ത് കൊണ്ട് നടക്കണം. ചിലപ്പോൾ അന്ന് രാവിലെ ആയിരിക്കത്തില്ല, കഴിഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം കിട്ടിയൊരു വാക്യമായിരിക്കും. ആ വാക്യം ഉറക്കത്തിലും ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ഒക്കെ അതിനെ ധ്യാനിച്ച് അത് അസ്ഥിയുടെ ഭാഗം, ചിന്തയുടെ ഭാഗം. ഹല്ലിയ, ഇങ്ങനെ വരുമ്പോഴാണ് വേരകത്തേക്ക് ഇറങ്ങുന്നത്. സ്തോത്രം, ഹല്ലിയ. ഈ വചനത്തിനകത്തേക്ക് വേരിറങ്ങിയിട്ട് ഈ വചനം ധ്യാനിച്ച് അതിനകത്തെ സത്തൂറ്റിയെടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവവചനം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ യോശുവയോട് പറഞ്ഞ കാര്യം എന്താണ്? നീ പോകുന്ന വഴിയിലെല്ലാം നീ അനുഗ്രഹിക്കപ്പെടും അല്ലേ? അങ്ങനെയാണ് യോശുവയോട് പറഞ്ഞ്. യോശുവയുടെ 1:8 ഈ ദൈവവചനം നീ എപ്പോഴും ധ്യാനിക്ക്, നീ പ്രാർത്ഥിക്കുക. ദൈവം കൊടുത്ത കൽപ്പനകളെക്കുറിച്ച് ഹല്ലിയ നീ ധ്യാനിച്ച് മെഡിറ്റേറ്റ് ഓൺ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ് സോ യു വിൽ ബി ഷുവർ ടു ഒബേ എവറിത്തിങ് റിട്ടൺ ഇൻ ഇറ്റ്. ഹല്ലിയ. ദൈവവചനം ധ്യാനിക്കും തോറും കർത്താവിനെ അനുസരിക്കാൻ എളുപ്പമായി തീരും. ദൈവവചനം ധ്യാനിക്കും തോറും ഹല്ലിയ നമ്മളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും, ദൈവവചനത്തിൽ നിന്ന് ഇടപെട്ടുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ ഹൃദയത്തിനകത്തെ ചിന്തകളിലൂടെ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ മുൻപിൽ എടുത്തു വെക്കുന്നതാണ് ദൈവവചനം. ഹല്ലിയ. എന്നിട്ട് അവിടെ പറയുന്നു, എന്നാൽ മാത്രമേ യു വിൽ പ്രോസ്പർ ആൻഡ് സക്സീഡ്. കണ്ടോ ആ 8 വാക്യം പറയുന്നത്, എന്നാൽ മാത്രമേ നീ കീർത്തിയാവത്തുള്ളൂ, നീ നന്മ, നീ കൃതാർത്ഥനാകത്തുള്ളൂ. അല്ലേ? നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ദൈവവചനം ധ്യാനിച്ചാൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. സങ്കീർത്തനം 1:2 പറയുന്നു, സാംസ് 1 അതിൻ്റെ വേഴ്സ് നമ്പർ 2 ഇങ്ങനെ പറയുന്നു, ബട്ട് ദേ ഡിലൈറ്റ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് മെഡിറ്റേറ്റിംഗ് ഓൺ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. അപ്പം ദുഷ്ടന്മാരുടെ കൂടെ ഇരിക്കാതെ നടക്കാതെയൊക്കെ വരുന്നവൻ അവൻ എന്താ ചെയ്യുന്നത്? അവൻ ദൈവവചനത്തിൽ ധ്യാനിക്കുന്നത്. അപ്പം ദൈവവചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകം അവനെ ഇമ്പത്തോടെ വിളിക്കത്തില്ല. അവനെ വിളിച്ചാലും അവൻ അതിനകത്ത് വീഴത്തില്ല. ലോകവും ജഡവും അവനെ ഇങ്ങനെ ആകർഷിക്കുമ്പോൾ ആ ആകർഷത്തിനകത്ത് അവൻ വീഴത്തില്ല. പക്ഷെ ദൈവവചനം ധ്യാനിച്ച് നടക്കുന്നവൻ ഹല്ലിയ അവനെക്കുറിച്ച് പറയുന്നു, 3 വാക്യത്തിൽ പറയുന്നു, അവര് നീർച്ചാലിൻ്റെ അരികിൽ നട്ട വൃക്ഷം പോലെ എല്ലാ കാലത്തും അവർ ഫലം കായ്ക്കും, അവർ വാടത്തില്ല. They will prosper in all they do. Hallelujah. ആ വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 1:2-3 വാക്യം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്
അവന്റെ ന്യായപ്രമാണം അവന്റെ രാപകൽ ധ്യാനിക്കുന്നവൻ അവന്റെ ന്യായപ്രമാണം രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നിട്ട് അതിന്റെ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ ആമേൻ സ്തോത്രം. അപ്പം അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹാലി. അപ്പം സങ്കീർത്തനം 1:2-3 ദൈവവചനത്തിൽ അവർ സന്തോഷിക്കുന്നു. വലിയ ആഗ്രഹത്തോടെയാണ് ദൈവവചനം ധ്യാനിക്കാനിരിക്കുന്നത്. ഹാലലൂയ. ആ വാക്യം, ഒരു വാക്യം കേൾക്കുമ്പോൾ അത് എൻ്റേതാന്ന് പറഞ്ഞ് കയറി പിടിച്ച് അതിനെ ഏറ്റെടുത്ത് ദൈവവചനം, കർത്താവിൻ്റെ വചനം യെരമ്യായുടെ പുസ്തകത്തിൽ പറയുന്നു, ദൈവവചനത്തിനെ ഭക്ഷിക്കുന്നു, അല്ലെ, ആർത്തിയോടെ തിന്നുന്നവൻ. ഹല്ലേലൂയ. വചനം എഴുതി വെക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു. ബൈബിളിനകത്തുള്ള വാക്കുകളൊക്കെ ഭയങ്കര ആവേശത്തോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. അവനെക്കുറിച്ച് പറയുന്നു, അവൻ എല്ലാ കാലവും ഫലം കായ്ക്കും എന്നൊന്ന് പറഞ്ഞ് ഞാൻ ദൈവവചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയായി തീരും. ഹല്ലേലൂയ. എനിക്ക് ഫലം കായ്ക്കണം. ദൈവവചനം ധ്യാനിക്കാത്തവരൊക്കെ ആഗ്രഹിക്കണം. ദൈവവചനം ധ്യാനിക്കുന്നവരൊക്കെ പറയണം, ഞാൻ ഫലം കായ്ക്കും. സ്തോത്രം. ഞാൻ നല്ല ഫലം കായ്ക്കും. ഇല വാടാത്ത, ഇല കൊഴിഞ്ഞു പോകാത്ത ഒരു നല്ല വൃക്ഷം പോലെ അതിൻ്റെ വേര് അകത്തേക്ക്. എങ്ങനെയാ ഈ നീർച്ചാലിൻ്റെ അരികിലൊക്കെ നടുന്ന വൃക്ഷങ്ങൾ, അവരുടെ വേര് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. ഹല്ലേലൂയ. അതാണ് ക്രിസ്തുവിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ വേരിറങ്ങിച്ചെല്ലട്ടെ എന്ന് കൊളോസ്യരുടെ ലേഖനത്തിൻ്റെ 2 വാക്യത്തിനകത്ത് നമ്മൾ വായിച്ചു കേട്ട 7-ാം വാക്യം, അല്ലേ? ഹല്ലേലൂയ. വേര് ക്രിസ്തുവിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. സങ്കീർത്തനം 119 Psalm 119 വേഴ്സ് നമ്പർ 89, 89-ാം വാക്യം, സങ്കീർത്തനം 119:89 ഇങ്ങനെ പറയുന്നു, Your eternal word, O Lord, stands firm in heaven. ഈ വചനം ധ്യാനിക്കുന്ന വചനം ഒരിക്കലും മാറത്തില്ല. ലോകമിളകിയാലും മനുഷ്യരിളകിയാലും ഇളകാത്ത വചനത്തിനെയാണ് കയറി പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇളകാത്ത വചനത്തിനെ കയറി പിടിച്ചിരിക്കുമ്പം നമ്മുടെ ജീവിതം സ്ഥിരതയുള്ളതാകും. ഹല്ലേലൂയ. ഉറപ്പുള്ളതാകും. വാക്യം ഒന്ന് വായിച്ച് 119:89 വാക്യം. Psalm 119 വേഴ്സ് നമ്പർ 89. യഹോവേ, അങ്ങയുടെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. കണ്ടോ? സ്ഥിരമായ വചനത്തിനകത്തോട്ട് വേരിറങ്ങാനാ പറഞ്ഞത്. ഈ സ്ഥിരമായ വചനം ധ്യാനിക്കാനാ കർത്താവിൻ്റെ വാക്യം കിടക്കുന്നത്. ഹല്ലേലൂയ. ഈ സ്ഥിരമായ വചനം വായിക്കും തോറും വചനം വഴികാട്ടിയായി തീരും, വചനം വിളക്കായി തീരും. ഹല്ലേലൂയ. വചനം പാതയെ പ്രകാശിപ്പിക്കുന്നതായി തീരും. വചനം എത്ര കാറ്റ് വന്നാലും പിടിച്ചു നിർത്തും, എത്ര നിരാശ വന്നാലും ബലപ്പെടുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ശക്തി കിടക്കുന്നത് കൊണ്ടാണ് യോശുവയോട് ദൈവം പറഞ്ഞത്, യോശുവേ, എൻ്റെ ദാസനായ മോശയോട് ഞാൻ പറഞ്ഞ കൽപ്പനകൾ നീയും പാലിക്കുക, നീയും അത് കേൾക്കുക, നീയും അത് ധ്യാനിക്കുക. രാപകൽ അത് നിൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് മാറാതെ, നിൻ്റെ നാവിൽ നിന്ന് മാറാതെ, നിൻ്റെ മക്കളോട് ഇടപെടാതെ പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, നിൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് അത് മായ്ക്കാതെ അത് മുറുകെ പിടിച്ച് നിൻ്റെ ആയുധമാക്കി നീ തീർക്ക്. നിന്നെ ഞാൻ ധൈര്യമുള്ളവനും ശക്തിയുള്ളവനും മറ്റുള്ളവർ നിന്നെ കണ്ടാൽ വിറയ്ക്കുന്നവനും ഒക്കെ ആക്കി തീർക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറും. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർത്താൽ. ഹല്ലേലൂയ. ഒരു നേരം, ഒരു രാവിലെ കിട്ടുന്ന ദൈവവചനം, അതിനെ അന്നത്തെ വൈകുന്നേരം വരെയും അതിനെ ഹൃദയത്തിനകത്ത് കൊണ്ട് നടന്നിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, ഈ വചനത്തിലൂടെ എന്നോടൊന്ന് ഇടപെടണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇടപെടുന്നത് ഭയങ്കര അത്ഭുതകരമായ വിധത്തിൽ. ഒരു പ്രതിസന്ധി വരുമ്പോഴായിരിക്കും ആ വചനം പൊങ്ങി വരുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലോടും സംസാരിക്കുമ്പോഴായിരിക്കും ആ ദൈവവചനം പൊങ്ങി വരുന്നത്. എല്ലാ വിഷയത്തിനെയും കൈകാര്യം ചെയ്യാൻ സാധിക്കും. തിരുവചനം പറഞ്ഞ അന്നന്ന് ഞങ്ങൾക്ക് വേണ്ട ആഹാരം, അല്ലേ? അന്നന്ന് വേണ്ട ആഹാരം ജഡത്തിലുള്ള ആഹാരമല്ല, പക്ഷേ ആത്മാവിലുള്ള ആഹാരം. യേശു കർത്താവിനോട് ശിഷ്യന്മാർ വന്നിട്ട് യോഹന്നാൻ സുവിശേഷം 4 വന്നിട്ട് ചോദിച്ചു, നിനക്ക് കഴിക്കേണ്ട എന്ത് കഴിച്ചു എന്ന് ചോദിച്ചപ്പം യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത സ്വർഗത്തിൽ നിന്നുള്ള ഒരു ആഹാരമാണ് ഞാൻ കഴിക്കുന്നത്, അല്ലേ? ആ ഒരു ആഹാരം ദൈവവചനം, കർത്താവുമായിട്ടുള്ള പിതാവുമായിട്ടുള്ള ഒരു ഐക്യത. ഹല്ലേലൂയ. ഇന്ന് ദൈവവുമായിട്ട് ബന്ധം, ദൈവവുമായിട്ട് ഐക്യത
ഐക്യത വർദ്ധിക്കണമെങ്കിൽ ദൈവവചനം ധ്യാനിക്കണം. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവവചനമൊക്കെ ധ്യാനിക്കാൻ പറ്റാത്തവരുടെ മേൽ കർത്താവ് ഒരു പ്രത്യേക ഒരു അഭിഷേകം, പ്രത്യേക ഒരു കൃപയിടിട്ട് ദൈവവചനം വിട്ടുമാറാത്ത വണ്ണം പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കാനും വായിക്കുവാനും. ഹല്ലേലൂയ. വായിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കർത്താവ് കാണിക്കുന്നു, ദൈവവചനം വായിക്കാനിരിക്കുമ്പം കണ്ണിനകത്തൊക്കെ മൂടാപ്പ് കയറി വന്ന് അറിയാതെ ഏതാണ്ടൊക്കെ ഒരു ഉറക്കം പോലൊക്കെ, ഒരു മയക്കം പോലൊക്കെ, കണ്ണിൽ ഇങ്ങനെ ഒരു ഫിലിം ഇടുന്നത് പോലൊക്കെ കയറി വരുന്ന അങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്ന ആരൊക്കെയുണ്ട്. ദൈവവചനം വായിക്കാനിരിക്കുമ്പോൾ ഒരു മറ പോലെ കയറി വരുന്ന വണ്ണം ഭയങ്കര അസ്വസ്ഥത അനുഭവിക്കുന്ന കർത്താവ് അസ്വസ്ഥത എടുത്ത് മാറ്റിട്ട് ദൈവവചനം വളരെ വളരെ നല്ലതായിട്ട് വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഞാൻ പറയട്ടെ, ദൈവവചനം മുറുകെ പിടിച്ച് ധ്യാനിക്കുക. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ അവസ്ഥകൾ പൂർണ്ണമായി മാറും. വിശാലതയ്ക്കകത്തേക്ക് കയറി നിൽക്കും. യു വിൽ ബി സക്സസ്ഫുൾ ഇൻ ഓൾ ദാറ്റ് യു ഡു. യു വിൽ പ്രോസ്പർ ഇൻ ഓൾ ദാറ്റ് യു ഡു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനകത്തേക്ക് വേരിറങ്ങി ചെല്ലട്ടെ. ഹല്ലേലൂയ. വേര് പിടിച്ചാൽ വളർന്ന് പന്തലിക്കും. വേര് പിടിച്ചാൽ ഫലം കായ്ക്കും. വേര് പിടിച്ചാൽ എത്ര കാറ്റ് വന്നാലും വീണു പോകത്തില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ധാരാളം ഫലം കായ്ക്കുന്നവരായി തീരട്ടെ. ദൈവവചനം അകത്ത് കയറിയാൽ മാത്രമേ, ദൈവവചനം അകത്ത് കയറി വേര് പിടിച്ചാൽ മാത്രമേ നിലനിൽക്കുന്ന ഫലം കായ്ക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.